അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. നമ്മൾ പല രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രോബ്ലംസുകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് താങ്ങാവാൻ, ആ പ്രയാസങ്ങളിലെ എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടോ അതൊക്കെ നമ്മിലേക്ക് എത്തിക്കാൻ, ഒരിക്കലും തകരാണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ, കടങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങളാണെങ്കിൽ ആ കടങ്ങൾ തീർക്കാനുള്ള വഴി നമ്മളിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ മറ്റു ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിന് യോജിച്ച, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതിനുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻസ് നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചു തരും. ഇങ്ങനെയുള്ളൊരു ഇസ്മുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അതോ അവിശ്വസിക്കോ? നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ എന്ത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെങ്കിലും, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടങ്ങളാണെങ്കിലും ലോണുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഏതേത് വിഷയങ്ങളാണെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും നമ്മൾ തളരേണ്ട അല്ലെങ്കിൽ തകരേണ്ട ആവശ്യമില്ല. ശരിക്കും ലോണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ അത് ഹലാലാണെന്ന് പറയല്ല. ഇനി പല ആളുകളും അതിന് ബാഡ് കമൻറ്റ്സ് ഇടും. അതാണ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഈ ഒരു വിഷയം പറയുന്നത്. ഒരിക്കലും അത് അംഗീകരിക്കപ്പെടേണ്ടതുമല്ല. നമുക്ക് ഹറാമായിട്ടുള്ള ഒരു സംഭവമാണ് റിബ അഥവാ പലിശ, ലോണ് എന്നുള്ളതൊക്കെ. നമ്മൾ പല കുടുങ്ങിയ സാഹചര്യത്തിലും നമ്മളൊരു ആ ഒരു ഹറാമിൽ പെട്ടുപോകാറുണ്ട്. നമ്മുടെ സാഹചര്യം കൊണ്ട് ചെയ്തത് തെറ്റ്, ഹറാമ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. പക്ഷേ പടച്ച റബ്ബ് നമ്മൾ എന്ത് തരത്തിലുള്ള തെറ്റുകൾ ചെയ്താലും ഓൻ്റെ മുമ്പിൽ നമ്മൾ അപേക്ഷിച്ചാൽ, നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, തൗബ ചെയ്താൽ ഹറാമുകളൊക്കെ പൊരുത്തപ്പെടുമല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ലോണുകളെടുത്ത് പ്രയാസപ്പെടുകയാണെങ്കിൽ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അപേക്ഷിക്കുക. പടച്ചവൻ എൻ്റെ അടുത്ത് പറ്റിപ്പോയി, ഹറാമ് ഞാൻ ചെയ്തു പോയി, എന്നെ ഒന്ന് കഴിച്ചിലാക്കി തട്ട് പടച്ചോനെ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല പടച്ചോനെന്ന് മനസ്സറിഞ്ഞിട്ട് തൗബ ചെയ്തിട്ടൊക്കെ ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ നമുക്ക് പടച്ച റബ്ബ് ഒരു അവസരം തരും. പടച്ച റബ്ബ് അതിനൊരു വഴിയൊരുക്കി തരും. കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു സംക്ഷിപ്തം, ഇതിൻ്റെ ഒരു ചുരുക്കരൂപം പറഞ്ഞു. എന്ത് പ്രശ്നമാണെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും മനസ്സറിഞ്ഞിട്ട് ഈ പറയാൻ പോണ ഇസ്മ നമ്മൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ അതൊക്കെ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിപ്പോകും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം പടച്ച റബ്ബ് തരും. ഇസ്മ ഏതറിയോ? യാ വക്കീലു. മനസ്സുറപ്പോടെ, യഖീനോടെ, നല്ല വിശ്വാസത്തോടു കൂടെ പടച്ച റബ്ബ് സൊല്യൂഷൻ തരും, പരിഹാരം കാണിച്ചു തരുന്നുള്ള ഉറപ്പോടുകൂടെ ചൊല്ലിക്കൊള്ളിയും. 24 മണിക്കൂറിനുള്ളിൽ കഴിയുന്നൊരെണ്ണം എല്ലാ ദിവസവും പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് എല്ലാം പടച്ച റബ്ബ് സലാമത്താക്കും. വഫഖനല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്മ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യാ വക്കീലു. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.